സാറേ, മണിപ്പൂരിൽ നിന്ന് കുക്കി വംശജർ അസാമിലെ കുക്കികൾ താമസിക്കുന്ന പ്രദേശത്തേക്ക് എത്തിച്ചേരുന്നു എന്നൊരു ചില റിപ്പോർട്ടുകൾ വരുന്നു. അങ്ങനെ സംഭവിക്കുമോ? അതായത് കുറേ കുക്കികൾ മണിപ്പൂരിൽ നിന്ന് ഈ അസമിൽ ഈ ഗോത്ര പ്രദേശമുണ്ട്. അസമിൽ സ്വയംഭരണ കൗൺസിലും ഒക്കെ ഉണ്ട് അവർക്ക്. അത് കർബി അങ്ലോങ് എന്ന് പറയുന്ന മേഖലയാണ്. ഈ കർബി അങ്ലോങ്ങിൽ കുറേ കുക്കികൾ, അതെന്താണെന്ന് വെച്ചാൽ ഗോത്രങ്ങൾ മിക്സ്ഡ്, പലതരം ഗോത്രക്കാർ താമസിക്കുന്ന ഒരു മേഖലയാണത്. അവിടെ ഈ മണിപ്പൂരിൽ നിന്നുള്ള കുറേ കുക്കികൾ വന്നിട്ടുണ്ട് എന്നുള്ള സംശയം കൊണ്ട് ഈ കഴിഞ്ഞ ദിവസം ഒരു യോഗം വിളിച്ചിരുന്നു ആ കൗൺസിലിൻ്റെ നേതാവ്. എന്നിട്ട് അപ്പോൾ ഇതിനെന്താണ് നമ്മൾ പരിഹാരം കാണുക? ചില ആളുകൾക്ക് അങ്ങനെ വന്നിട്ടില്ല എന്നുള്ള തോന്നലും ഒക്കെ ഉണ്ട്, ആ അഭിപ്രായക്കാരും ഒക്കെ ഉണ്ട്. അങ്ങനെയല്ല, വന്നിട്ടുണ്ട് എന്നുള്ള വലിയ അഭിപ്രായമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സർവേ നടത്താം. നമ്മുടെ ആളുകൾ മാത്രമാണോ, വേറെ ആളുകൾ ഇവിടെ വന്നിട്ടുണ്ടോ, എത്ര പേര് വന്നിട്ടുണ്ട് എന്ന് സർവേ നടത്താമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ കർബി അങ്ലോങ് എന്ന് പറഞ്ഞ സ്ഥലം, അത് ഓട്ടോണമസ് കൗൺസിൽ ഉണ്ട്. അതിൻ്റെ പ്രസിഡൻറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്, മണിപ്പൂരിൽ നിന്ന് 1000 കുക്കികൾ, ചെറിയ സംഖ്യ അല്ലത്, 1000 കുക്കികൾ ഇവിടെ വന്നിട്ടുണ്ട്. അതായത് ഇതൊരു പക്ഷേ കുക്കികൾ ഈ മണിപ്പൂരിൽ അവർ സായുധ കലാപം നടത്തുന്നുണ്ടല്ലോ നെയ്തകൾക്ക് നേരെ. അതെ. അപ്പോൾ ഈ അസമിലും കൂടി എത്തിയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ തരത്തിൽ കലാപത്തിന് കോപ്പ് കൂട്ടാനാണോ എന്നൊക്കെ സംശയിക്കാവുന്ന വിധത്തിലാണ് വന്നിരിക്കുന്നത്. അതായത് ഈ സാമ്പത്തിക സഹായമോ ആയുധ സഹായമോ ഒക്കെ ഇവർക്ക് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ അതിർത്തിക്കപ്പുറം നിന്ന് സഹായം കിട്ടുന്നുണ്ട്, മ്യാൻമറിൽ നിന്ന് കിട്ടുന്നുണ്ട്. മ്യാൻമറിൽ നിന്നുള്ള സഹായത്തിൻ്റെ പിന്നിലൊക്കെ ചൈനയാണ് എന്നുള്ള അറിവുണ്ട്. നമ്മുടെ ചാരസംഘടനകൾക്ക് അതിനെപ്പറ്റിയൊക്കെ അറിവുണ്ട്. അപ്പോൾ ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ അതിർത്തിയാണ് അസമിലെ. അപ്പോൾ അതിർത്തിയിലേക്കുള്ള പോക്കും വരവിനും ഒക്കെ ഒരു എളുപ്പം എന്നുള്ള നിലയ്ക്ക് മണിപ്പൂരിലേക്ക് കൂടുതൽ കലാപം നടത്താനുള്ള സഹായം, ആയുധം, മനുഷ്യ സഹായം ഇതൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ള സംശയമൊക്കെ വന്നിട്ടുണ്ട്. ഒരു ഭീകര സിറ്റുവേഷൻ പോലെയാണ് അവിടെ ഈ 1000 കുക്കികൾ വന്നു എന്നുള്ളത് അവർ കാണുന്നത്. അപ്പോൾ ഈ അതിൻ്റെ പ്രസിഡൻറ്റ് കഴിഞ്ഞ ദിവസം വിളിച്ച യോഗത്തിൽ സർവേക്ക് എല്ലാവരും സമ്മതിച്ചിട്ടുണ്ട്. KAC എന്നാണ് കർബി അങ്ലോങ് കൗൺസിൽ. ഇത് ഓട്ടോണമസ് കൗൺസിലിൻ്റെ ഷോർട്ട് ഫോം KAC. അതിൻ്റെ ഈ പ്രസിഡൻറ്റ് തുളിറാം റോങ്ഹാങ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പ്രസിഡൻറ്റ് തുളിറാം റോങ്ഹാങ്. അദ്ദേഹം അവിടെ കുറച്ച് കുക്കികളൊക്കെ ഉണ്ട്. ആ കുക്കികളുടെ ഗവോൻ സൂറ എന്ന് പറയുന്നുണ്ട്, അതായത് ഗ്രാമത്തലവന്മാർ, അവർ വിദ്യാർത്ഥി സംഘടനകൾ, ഇവരുടെ ഒക്കെ എല്ലാ സംഘടനകളുടെയും യോഗമാണ് വിളിച്ചത്. അപ്പോൾ ഗ്രാമത്തലവന്മാർക്ക് കൂടുതൽ അതേപ്പറ്റി അറിയാമായിരിക്കുമല്ലോ, അതുകൊണ്ട് വിളിച്ചതാണ്. അപ്പോൾ അനധികൃതമായി ഈ കുക്കികൾ മണിപ്പൂരിൽ നിന്ന് വന്നത് അത് വിശദമായിട്ട് അവിടെ ചർച്ച ചെയ്തതായിട്ട് പറയുന്നുണ്ട്. ഇനി ഒരു ടാസ്ക് ഫോഴ്സ്, ഒരു സന്നദ്ധ സേന ഇതൊക്കെ പരിശോധിക്കാൻ, ഈ കുക്കി വരവ് പരിശോധിക്കാനായിട്ട് ഉണ്ടാക്കുന്നത് തീരുമാനിച്ചിട്ടുണ്ട്. പ്രാദേശിക നേതാക്കൾ, റവന്യൂ ഉദ്യോഗസ്ഥർ, വിദ്യാർത്ഥി സംഘടനാ നേതാക്കളൊക്കെ അതിൽ ടാസ്ക് ഫോഴ്സിൽ അംഗങ്ങളായിരിക്കും. പിന്നെ സർവേ നടത്തിയ അനധികൃത കുടിയേറ്റക്കാരെ ഈ കുക്കി അധീശ മേഖലകളിൽ ഉണ്ടെങ്കിൽ അവരെ പുറത്താക്കാൻ, ഡിപ്പോർട്ട് ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. കണ്ടെത്തി മണിപ്പൂരിലേക്ക് തന്നെ തിരിച്ചുവിടാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കർബി ആങ്ലോങ്ങിലെയും ഈ പശ്ചിമ കർബി ആങ്ലോങ്ങിലെയും, അതായത് ആങ്ലോങ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, കർബി ആങ്ലോങ്, പിന്നെ പശ്ചിമ കർബി ആങ്ലോങ് എന്ന് പറഞ്ഞിട്ട് 2 മേഖലകളിലെ 2 ഗിരിവർഗ ജില്ലകളാണത്. ഈ ഗോത്രങ്ങൾ താമസിക്കുന്ന 2 ജില്ലകൾ. ആ 2 ജില്ലകളിലും ഈ ഓട്ടോണമസ് കൗൺസിൽ, സ്വയംഭരണ കൗൺസിലിനാണ് ഭരണം. അത് സർക്കാരും സമ്മതിച്ചിട്ടുള്ളതാണ്, ഗോത്രവർഗ പ്രദേശത്ത് സ്വയംഭരണ കൗൺസിലിൻ്റെ ഭരണം. അപ്പോൾ ഭരണഘടനയുടെ 6ാം ഷെഡ്യൂളിൽ പറഞ്ഞതനുസരിച്ചിട്ടാണ് ഈ സ്വയംഭരണ കൗൺസിൽ അവിടെ രൂപീകരിച്ചിരിക്കുന്നത്. വിവിധ ഗോത്രങ്ങൾ ഒന്നു ചേർന്ന് ജീവിക്കുന്ന സ്ഥലമാണ്.
കർബികളാണ് അസമിലെ ഏറ്റവും വലിയ ഗോത്രം. ഈ ഗിരിവർഗക്കാർ. കുക്കികൾ, ഹമാറുകൾ, അവരുമൊക്കെ ഉണ്ട്. ഇപ്പോൾ മറ്റേ മെയ്തകൾക്കെതിരെ അവിടെ അക്രമം നടത്തുന്നത് ഹമാർ എന്നൊക്കെ, അത് കുക്കികളുടെ തന്നെ ഒരു അവാന്തര വിഭാഗമാണ്. കുക്കികൾ എന്ന് പറയുന്നതിന് പകരം ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഹമാർ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കുക്കികളുടെ തന്നെ കൂട്ടത്തിലെ വേറൊരു വിഭാഗമാണ് അവർ. ഈ കർബി സ്റ്റുഡൻസ് അസോസിയേഷൻ, കർബി ലെമേറ്റ് അമേറ്റ് എന്ന് പറയുന്നത്, അതായത് അവരുടെ സാഹിത്യ സംഘടനയാണ് അവിടെയുള്ള ഈ അസമിൽ. സ്വയംഭര കൗൺസിലിനെ ഈ വിദ്യാർത്ഥി അസോസിയേഷനും ഈ കർബി ലെമേറ്റ് എംഎ എന്ന് പറയുന്ന സാഹിത്യ സംഘടനയും കൂടിയാണ് കൗൺസിലിനെ സമീപിച്ചത്. ഈ അനധികൃത കുടിയേറ്റം ഇപ്പം നടക്കുന്നുണ്ട്. കാരണം ഇവിടുത്തെ മറ്റേ കുക്കികളുടെ കൂടെ വേറെ കുക്കികളൊക്കെ ഏതാണ്ട് ഒരുപോലെ ഇരിക്കുമല്ലോ, കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയില്ല. ഇങ്ങനെ ഇടപഴകി കുറേ പേരെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞ് പരാതി നൽകിയത് അവരാണ്. അപ്പോൾ ഈ 1000 പേര് എവിടെയാണ് എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലം മെയ് ജൂലൈ കാലത്ത് ചില കുക്കി കുടുംബങ്ങൾ മണിപ്പൂരിൽ നിന്ന്, ആ കലാപം തുടങ്ങിയ സമയമുണ്ടല്ലോ അവിടെ മണിപ്പൂരിൽ, അപ്പോൾ ആ സമയത്ത് കുറേ കുടുംബങ്ങൾ വന്നിരുന്നു. മെയ് ജൂൺ ജൂലൈ കാലത്ത് അസമിൽ അവർ തിരിച്ചുപോയി. ഇവിടുന്ന് അവരെ തിരിച്ചു വിട്ടു. അവർ പക്ഷെ പോയത് മണിപ്പൂരിലേക്കല്ല, മിസോറാമിലേക്കാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ മണിപ്പൂരിൽ നിന്ന് കുക്കികൾ പല സ്ഥലത്തുമൊക്കെ പലയിടത്തേക്ക് ഇങ്ങനെ പറ്റിപ്പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമമായിരിക്കും അതൊക്കെ. ചില ആളുകൾ രക്ഷപ്പെടുകയായിരിക്കും, അക്രമം നടത്തിയ ആളുകൾ. കള്ളന്മാർ വേറെ ഗ്രാമങ്ങളിലേക്ക് കേസിൽ പ്രതികളാവും എന്നൊക്കെ കരുതുന്നവരൊക്കെ അങ്ങനെ ഉണ്ടാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഈ 6 പേര് റാഞ്ചി കൊണ്ടുപോയി കൊന്നിരുന്നു ആ ജിരിബാമിൽ. അവരുടെ ഓട്ടോപ്സി റിപ്പോർട്ട് വന്നിട്ടുണ്ട് 6 പേരുടെ. അത് അതിഭീകരമായി പീഡിപ്പിച്ച് അതായിട്ട് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാണ്. ഒരു കുഞ്ഞുണ്ടല്ലോ, ഈ 10 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞ് കൊല്ലപ്പെട്ടിരുന്നു. ആ കുഞ്ഞിൻ്റെ ഓട്ടോപ്സി റിപ്പോർട്ടിൽ ഇടത് മുട്ടിൽ വെടികൊണ്ടിട്ടുണ്ട് കുഞ്ഞിന്, 10 മാസം പ്രായമുള്ളത്. 2 കണ്ണിലും കൃഷ്ണമണി ഇല്ല. 1ലേറെ മുറിവുകൾ ശരീരത്തിലുണ്ട്. നവംബർ 17-ാം തീയതിയാണ് ഈ ബരാക് പുഴയിൽ നിന്ന് ജെറിബാമിൽ ഈ 6 ജഡങ്ങൾ കിട്ടിയത്. അവരെ തട്ടിക്കൊണ്ടുപോയതാണ് കുക്കികൾ. മെയ്തൈ കുടുംബത്തിലെ 6 പേരെയാണ് കൊണ്ടുപോയിരുന്നത്. 20 ഭീകരർ ആണ് റാഞ്ചി കൊണ്ടുപോയത്, കുക്കി ഭീകരർ. അസമിലെ ഈ സിൽച്ചാർ മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ, അവിടെയാണ് ഈ ഓട്ടോപ്സി നടന്നത്. അപ്പോൾ അതിലാണ് ഈ 10 മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ പേര് ലൈഷാം ലാം ഗോബ. ആ കുഞ്ഞിൻ്റെ ഈ കൃഷ്ണമണികൾ കാണാനില്ല, സോക്കറ്റ്സിലില്ല. അത് പിന്നെ നെഞ്ചിൽ മുറിവുകളുണ്ട് ആ കുഞ്ഞിൻ്റെ. ഓട്ടോപ്സി നടത്തിയപ്പോൾ ആയുധങ്ങൾ കൊണ്ടുള്ള മുറിവുകളുണ്ട്. വലത് കീഴ്ച്ചുണ്ട് മുതൽ താടി വരെ, പിന്നെ തലയ്ക്ക് പിന്നിൽ. കുഞ്ഞിനും ഈ ഇത്തരം പരിക്കുകളൊക്കെ ഉണ്ട്. വലത് തോളിൽ പരുക്കുണ്ട്, ഇടത് അരയിൽ പരുക്കുണ്ട്, വാരിയെല്ലിന് പരുക്കുണ്ട് കുഞ്ഞിൻ്റെ. ആശുപത്രിയിൽ കൊണ്ടുവന്നതിന് ഒരു 4-5 ദിവസം മുമ്പ് കുഞ്ഞ് മരിച്ചിട്ടുണ്ടാവും എന്ന് ഓട്ടോപ്സി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ടീഷർട്ട്, ട്രൗസർ, പിന്നെ ജഡം ജീർണിച്ച അവസ്ഥയിലായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. 33 വയസ്സുകാരി ടലം തോയ്ബി, അവരുടെ നെഞ്ചിൽ 3 വെടിയുണ്ട ഓട്ടോപ്സി റിപ്പോർട്ടിലുണ്ട്. 1 വയറ്റിൽ, പിന്നെ തലയോട്ടി തകർന്നിട്ടുണ്ട് ആയുധം കൊണ്ടുള്ള അടിയേറ്റിട്ട്. കണ്ണുകൾ ഇതുപോലെ ഇല്ല ജഡത്തിൽ. ഇടത് കൈ ആയുധം കൊണ്ട് മുറിവേറ്റിട്ടുണ്ട്. ഇവരുടെ 8 വയസ്സുള്ള വേറൊരു മകള്, 8 വയസ്സുള്ള കുട്ടി ടെലേൻ ദേവി എന്ന് പറയുന്ന കുട്ടി, അതും വെടിയുണ്ടേറ്റിട്ടുണ്ട്, വയറിൽ പരിക്കുണ്ട്. വിസ്ര റിപ്പോർട്ട് വരാൻ പോകുന്നേ ഉള്ളൂ, അപ്പോഴേ കൂടുതൽ അറിയുള്ളൂ. അത് ഗുവാഹട്ടി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫോറൻസിക് സയൻസസിൽ നിന്ന് വരണം. ഓട്ടോപ്സി റിപ്പോർട്ട് റിലീസ് ചെയ്തത് ഈ മറ്റ് 3 പേരുടെ
ജഡങ്ങളുടെ ഈ ഓട്ടോപ്സി റിപ്പോർട്ട് വന്ന ശേഷമാണ് ഈ 6 പേരുടേത് ചെയ്തത്. മറ്റ് ഈ 3 പേരുടെ ഓട്ടോപ്സി റിപ്പോർട്ടിലും ഈ പറഞ്ഞ പോലെ 25 വയസ്സുള്ള ഹെയ്തംബി ദേവി, പിന്നെ റാണി ദേവി 60 വയസ്സ്, ഇവർക്കൊക്കെ ആഴമുള്ള മുറിവുകളുണ്ട്. ഈ കണ്ണില്ല, 2 ജഡത്തിലും കണ്ണ് കാണാനില്ല. തലയിൽ വെടികൊണ്ടിട്ടുണ്ട്, വലുത് നെഞ്ചിൽ വെടികൊണ്ടിട്ടുണ്ട്, കത്തി കൊണ്ട് കുത്തേറ്റിട്ടുള്ള മുറിവുകളും ഉണ്ട്. ഇങ്ങനെ ഒക്കെയാണ് ഈ ഓട്ടോപ്സി റിപ്പോർട്ടൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ കുക്കികൾ ഇതാണെങ്കിൽ 20 അംഗ സംഘമാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ സംഘം ചേർന്ന് ഒരുപാട് ക്രൈം ചെയ്ത ആളുകൾ അവിടെയുണ്ട്. അപ്പോൾ ഈ ക്രൈം ചെയ്തിട്ടുള്ള ആളുകൾ രക്ഷ നേടാനായിട്ട് പലായനം ചെയ്ത് അസമിൽ വരുന്നതാണ്. സാർ, ഈ കണ്ണൊക്കെ ചൂഴ്ന്നെടുക്കുക എന്ന് പറയുന്നത് അത്രയും ക്രൂരമായി പീഡിപ്പിക്കുന്നതിൻ്റെ ഒരു ലക്ഷ്യം തന്നെ. കൊച്ചു കുട്ടിയെ പോലും അങ്ങനെ ഉപദ്രവിക്കുന്നു എന്ന് പറയുമ്പോഴേ ഈ കണ്ണിൻ്റെ കാര്യത്തിൽ ഓട്ടോപ്സി റിപ്പോർട്ടിൽ ഇങ്ങനെ ഉണ്ടെന്നുള്ള റിപ്പോർട്ട് ഞാൻ വായിച്ചു. എനിക്കുണ്ടായ സംശയം, ഇത് പുഴയിൽ കിടന്നാണല്ലോ, പുഴയിൽ കിടന്നാണെങ്കിൽ ചിലപ്പോൾ ഈ മത്സ്യങ്ങളൊക്കെ അങ്ങനെയും സംഭവിച്ചുകൂടെ. കാരണം അതേപ്പറ്റി റിപ്പോർട്ടുകളിലൊന്നും പറയുന്നില്ല. എൻ്റെ ഒരു സംശയമാണ്, അങ്ങനെയും ആയിരിക്കാം. പക്ഷേ വെടിയുണ്ടയുടെ മുറിവ് ഈ 10 മാസം പ്രായമുള്ള കുട്ടിയുടെയൊക്കെ മേത്തുണ്ട്, വേറെ പരിക്കുകളുണ്ടെന്നൊക്കെ പറഞ്ഞാൽ എത്രമാത്രം ക്രൂരമായിട്ടാണ് ഈ കുക്കികൾ ഈ മെയ്തേകളോട്. ശരിക്കും ഇവിടെ അക്രമം കാണിക്കുന്നത് മുഴുവൻ കുക്കികളാണ്. പക്ഷേ മീഡിയ എപ്പോഴും അവരെ ഒന്ന് വെളുപ്പിച്ചെടുക്കാൻ ശ്രമിക്കും. അത് ഇവിടെ വെളുപ്പിച്ചെടുത്തതെന്ന് വെച്ചാൽ കുക്കികൾ ക്രിസ്ത്യാനികളാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ മുഖ്യധാരാ മാധ്യമങ്ങൾ, സഭ ഒക്കെ പെരുമാറിയിരുന്നത്. ഹിന്ദു ക്രിസ്ത്യാനി ഏറ്റുമുട്ടലാന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്നുമല്ല. അവിടെ സംവരണ ഈ മെയ്തേകൾക്കും കൂടി സംവരണം കൊടുക്കാനായിട്ട് കോടതി വിധി വന്നപ്പോഴാണല്ലോ ഗോത്രങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടൽ വന്നത്. അതെ, ശരിക്കും ഇത്തരത്തിലുള്ള അതിക്രമം വ്യാപിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഈ കുക്കികൾ പല സംസ്ഥാനങ്ങളിലേക്കും പോകുന്നത് അത്ര നല്ല പ്രവണതയാണോ? അല്ലല്ലോ. അതുകൊണ്ടാണല്ലോ അവിടെ കണ്ടെത്തി കഴിഞ്ഞ കൊല്ലം വന്ന കുറേ ആളുകളെ പറഞ്ഞു വിട്ടു. അവർ മിസോറാമിലേക്കാണ് പോയത്, അവർ തിരിച്ചു മണിപ്പൂരിലേക്ക് പോയില്ല. കാരണം അവിടെ കേസ് ഉണ്ടാവുമല്ലോ. മാത്രമല്ല ഈ അതിഭീകരമായിട്ടാണ് ഇവർക്ക് ആയുധങ്ങൾ വരുന്നു പുറത്ത് നിന്ന്. പുറത്ത് അവർക്ക് ബന്ധങ്ങളുണ്ട്, ചൈന സഹായിക്കുന്നു, റോക്കറ്റ് ലോഞ്ചേഴ്സ് ഉണ്ട്, റോക്കറ്റുകളുണ്ട്, ഇതൊക്കെ വിക്ഷേപിക്കുന്നു. അതുകൊണ്ട് മെയ്തേകളാണെങ്കിൽ താഴ്വാരത്തിലാണ് താമസിക്കുന്നത്. കുക്കികൾക്ക് വേണമെങ്കിൽ ഇവിടെ സ്ഥലം വാങ്ങാം, മെയ്തേകൾക്ക് അവിടെ സ്ഥലം വാങ്ങാൻ പറ്റില്ല. ഇത്തരം വിവേചനങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ കൂടുതൽ അവിടെ പട്ടാളത്തിന് നിയോഗിച്ചിട്ടുണ്ട്. ഇതാണ് അവിടുത്തെ സാഹചര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.